ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബേബി പൊട്ടറ്റോ മസാലയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തി, പൂരി, റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 10-20 ബേബി പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സൈസ് വലുപ്പത്തിലുള്ളത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാലക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഉള്ളി, ഒരു വലിയൊരു തക്കാളി, ചെറുതാണെങ്കിൽ 2 എടുക്കാം, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഇവിടെ കുക്ക് ചെയ്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ചോപ്പ് ചെയ്തു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പൊടികളാണ്. അത് നമുക്ക് കുക്ക് ചെയ്യുമ്പം ഏതൊക്കെയാണെന്ന് നോക്കാം. വേവിച്ച് തൊലി കളഞ്ഞ ഈ പൊട്ടറ്റോയിൽ ഫോർക്ക് കൊണ്ട് അവിടെ എവിടെ നമ്മളൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മസാലയും ഇതൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് എല്ലാറ്റിനും ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂണ് 1/2 സ്പൂണ് വരെ എടുക്കാം. നമുക്ക് ജീരകം, നല്ല ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കാം. ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ഒനിയൻ ചേർക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആകുമ്പോഴേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി, അത് 2 മിക്സാണ്, ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീര പൗഡർ. ഇത്രയും മസാലപ്പൊടികളാണ് ചേർത്തിട്ടുള്ളത്. ഇനിയൊന്ന് മസാല മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് കുറച്ചുകൂടി ഓയിലിൻ്റെ ആവശ്യമുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് ടൊമാറ്റോ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫ്ലേവറേ മാറിപ്പോകും. നമ്മളൊരു നോർത്ത് സ്റ്റൈൽ ഡിഷല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി എണ്ണ ഇതിലും കൂടുതൽ ആവാം. പക്ഷേ ഹെൽത്ത് വിചാരിച്ചിട്ടാണ് കുറച്ച് കുറക്കുന്നത്. ഓയിൽ കുറച്ച് കൂടുന്തോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. നല്ല മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ബേബി പൊട്ടറ്റോ ഇപ്പോൾ തന്നെ ഇടുന്നില്ല, കാരണം അത് ഓൾറെഡി കുക്ക്ഡാണ്. അതുകൊണ്ട് ഈ മസാലയൊന്ന് നമുക്ക് നന്നായിട്ടൊന്നും കൂടി വെന്ത് വരട്ടെ. അത് അടച്ച് വെച്ച് ഒരു കുറച്ച് സമയം എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബേബി പൊട്ടറ്റോ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആ മസാലയൊക്കെ ബേബി പൊട്ടറ്റോൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കുന്ന വിധം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. 1/2 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഗാർണിഷിന് വേണ്ടത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്, നല്ല കട്ട തൈര്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഈ പൊട്ടറ്റോയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന വിധം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ആ മസാലയൊക്കെ ഈ പൊട്ടറ്റോയിലൊക്കെ ഒന്ന് പിടിക്കുന്ന വിധം. ഇപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡിയായി. അതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നമ്മുടെ ബേബി പൊട്ടറ്റോ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ഈസി ഒരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റും ഒരു വെറൈറ്റി ഒരു ഡിഷുമാണ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.